ഇതാണ് രവിച്ചേട്ടൻ്റെ സ്ട്രോബെറി ഫാം. ഇത് രവിച്ചേട്ടൻ്റെ ഉണ്ടല്ലോ. ചേട്ടൻ്റെ നമ്പറൊന്നുമില്ല. നമ്മളിപ്പോൾ അടുത്ത് പോകുന്നത് ഇവിടെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. കാരണം ഇത് ഈ സ്ഥലത്തിൻ്റെ പേരെന്താന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ണൻ്റെ പേര് പറഞ്ഞ മട്ടുമല്ലോ. പെരുമാളാണ്. ഇത് എടമൺ അല്ലേ? ഈ സ്ഥലത്തിൻ്റെ പേര് എടമൺ. അപ്പം മാമൻ പറയുന്നത് എടമണ്ണാണ്. ഇവിടെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ശരിക്കും നല്ലൊരു കാർഷിക മേഖലയാണ്. വെറും കാർഷികമല്ല ഗായ്സ്. ഇതാ ഗായ്സ് ഇതാ നോക്കുക. ക്യാരറ്റ് നമ്മൾ നട്ടിട്ട് ഈ ക്യാരറ്റിൻ്റെ കൃഷി തുടങ്ങിയതേ ഉള്ളൂ. അതാ ഇത് ക്യാരറ്റ് ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട് കൃഷി. കണ്ട ഗായ്സ്, ഇത് ക്യാരറ്റ് ഇങ്ങനെ നിറച്ച് കായ്ക്കും ക്യാരറ്റ്. ഈ ക്യാരറ്റ് അണ്ണാ എത്ര ദിവസം പിടിക്കണം ക്യാരറ്റ് വിളഞ്ഞു വരാൻ? 3 മാസം. ഇതെന്താണ് പൊട്ടിക്കുന്നത്? ഇതെല്ലാം ക്യാരറ്റ് വിത്തിട്ടിക്കല്ലേ? ക്യാരറ്റ് 3 മാസമാണ് ഈ ക്യാരറ്റിൻ്റെ വിളവ്. കണ്ടോ? ഈ അവക്കാട എന്ന് പറയുന്ന സാധനം മരമാണ്. ഈ അവക്കാട ഞാൻ സൂം ചെയ്ത് കാണിച്ചില്ല. അതിൻ്റെ കായെല്ലാം വന്നിട്ടുണ്ട്. അവക്കാട നമ്മൾ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുന്ന സാധനം കണ്ടോ? ഇതണ്ടോ നല്ല അവക്കാട. അവക്കാട മരം എല്ലാം പറഞ്ഞു കൊടുക്കണം വരും കേട്ടോ. എല്ലാം പറഞ്ഞു കൊടുക്കണം. ഇതാണ് നമ്മളാണ് പെരുമാളാണ് നമ്മളെ കൂടെ കട്ടയ്ക്ക് നിൽക്കുകയാണ്. ഇനി നമ്മുടെ വെള്ള കത്തിരിക്ക, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വെള്ള കത്തിരിക്ക ഇതേണ്ടോ. മരത്തക്കാളി ഇതെന്താ നമ്മുടെ സാമ്പാറിലേക്ക് ഇടോ? പഴുത്ത പച്ചയ്ക്ക് കഴിക്കല്ലേ? അപ്പോൾ ഈ ചേട്ടൻ പറയുന്നത് നമുക്ക് പച്ചയ്ക്ക് കഴിക്കാമെന്നാണ്. അടുത്തായിട്ട് തന്നെ. അപ്പോൾ ഇത് നമ്മൾ ഈ തക്കാളി പറയുന്നത് എന്താണ്? ഇത് കഴിക്കാനുള്ള സാധനമാണ് ഈ കത്തിരിക്ക. മരത്തക്കാളി കത്തിരിക്ക. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഗായ്സ് നമ്മളിത് കഴിച്ചിട്ടില്ല. ഈ സാധനം ഇങ്ങനെ മുളച്ച് വരുന്നത്. ഇതെന്താണ് സാധനം? ഈ കാണുന്ന സാധനം എന്താ? ഇത് ബ്ലാക്ക് ബെറി എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ. നല്ല ഈ ബ്ലാക്ക് ബെറി കേട്ടോ. പക്ഷെ ഇത് പഴുത്തിട്ടില്ലേ? അതിനപ്പുറം തോട്ടം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പുറത്തുണ്ടല്ലേ? ശരി. ഇത് കണ്ടല്ലോ, ഇതെല്ലാം കൃഷി ചെയ്തിരിക്കണം. ഇത് ചൈന കാപ്പേജ് ആണ്. ഇതിന്റെ ഇല കഴിക്കാൻ കൊള്ളാം അല്ലേ? എല്ലാ ഇലയും പച്ച ഇല. ചൈന കാപ്പേജിനെ കുറിച്ചൊന്ന് പറയാമോ? അപ്പുറത്തുള്ള ബീട്രൂട്ട്. ഇത് ചൈന കാപ്പേജ് ആണ്. ഇതിന്റെ ഇലയും എല്ലാം കഴിക്കാം. അതെന്താണ്? ബീട്രൂട്ട്. ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞോ. നിങ്ങൾ വന്ന ആൾക്കാർ കാണും ഇവിടെ. ഇവിടെ വരുമ്പോഴത്തേക്ക് പെരുമാളണ്ണനെ കാണുക. പെരുമാളണ്ണ ഈ കൃഷിയെക്കുറിച്ച് ഇവിടെ എല്ലാം പറഞ്ഞുതരും. കാണിച്ചു കൊടുക്കില്ലേ? നമ്മൾ ആൾക്കാർക്ക് വരുമ്പോൾ കാണിച്ചു കൊടുക്കില്ലേ? തിരുവനന്തപുരത്ത് നിന്നും കേരളത്തിൽ നിന്നും നമ്മുടെ എല്ലായിടത്തും ഇവിടെ ആൾക്കാർ വരുമ്പോൾ പെരുമാൾ മാമൻ കാണിച്ചു കൊടുക്കില്ല. സ്ഥലം കൃഷിയെല്ലാം കാണിച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ മാമനെ കൃത്യമായിട്ട് ഒന്ന് കാണണം. മാമൻ്റെ മൊബൈൽ നമ്പർ ഉണ്ടോ? മാമന്റെ മൊബൈൽ നമ്പർ ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് പെരുമാളെന്ന് തിരക്കിയാൽ മതി. വടവട്ട വില്ലേജ് ഓഫീസിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് തിരക്കണം കേട്ടോ. ശരി. അപ്പോൾ ഇതെന്ത് കൃഷിയാണ്? സൺഫ്ലവർ പോട്ടിരിക്കുന്നത്. സൺഫ്ലവർ ഒക്കെ നട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഇതാണ് പൊതീന കൃഷി ചെയ്തിരിക്കുന്നുണ്ടോ. നല്ല ഒറിജിനൽ നാടൻ പൊതീനയാണ് കേട്ടോ. പിന്നെ അതാണ്ട സൂര്യകാന്തി ഉണ്ട്. നമ്മുടെ ജമന്തി നട്ടിരിക്കുകയാണ്. മാമ ഇതെന്താണ് സാധനം? സ്ട്രോബെറി. ഇതല്ല സ്ട്രോബെറിയാണ്. സ്ട്രോബെറി ഇത് കായ ആയില്ല, പൂത്ത് വന്നതേ ഉള്ളൂ. പൂ വന്നു തുടങ്ങിയത് ആണ്. അതായത് കായ് പഴം വന്നു തുടങ്ങിയിട്ടില്ല. അതാണ് നമ്മുടെ പെരുമാൾ മാമൻ പറയുന്നത് കായ ആയിട്ടില്ല. മാമ പഴമുണ്ടല്ലേ? ശരി. അപ്പൊ പഴമുള്ള സ്ഥലം കാണിച്ചു തരുമല്ലോ. മാമൻ പഴമുള്ള സ്ഥലം കാണിച്ചു തരാന്ന് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് നോക്കാം ഗീസ്. ഇവിടെ ഒരു ചെറിയ പഴം ഇങ്ങനെ കണ്ടു തുടങ്ങി. വേണ്ട ഇവിടെ പഴം ഇവിടെ ഇതാണ് കണ്ടോ. അതാ പെരുമാൾ മാമൻ നമ്മുടെ കായ കാണിക്കുകയാണ്. കണ്ടോ ഒരു കായ പറിച്ചതാ. പെരുമാൾ മാമൻ സ്ട്രോബെറി പറിച്ച് കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇതാണ് സ്ട്രോബെറി. ഇത് വളഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ. അത് നമ്മുടെ ഇതെല്ലാം സ്ട്രോബെറിയാണ്. എന്നാ ടേസ്റ്റാണെന്നറിയോ? ഇത് മൊത്തം സ്ട്രോബെറി കേട്ടോ. കായ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ പെരുമാൾ മാമ നമ്മുടെ ബീട്രൂട്ട് ഇട്ടിരിക്കുന്നതാണ്. കിടക്കുന്ന ബീട്രൂട്ട് കിടക്കുന്നെല്ലാം ബീട്രൂട്ടാണ് കേട്ടോ. പെരുമാൾ മാമ നല്ല പഴുത്ത സ്ട്രോബെറി നോക്കി നമ്മൾ പറിക്കുകയാണ്. വേണ്ട നമുക്ക് വേണ്ടിയിട്ട് പറിക്കുന്നതാണ്. കുട്ടിക്ക് കൊടുക്കണം കേട്ടോ. കാരണം നമ്മുടെ മോന് വേണ്ടിയിട്ട് മാമൻ ഇങ്ങനെ പറിച്ചുകൊണ്ടാണ് പെരുമാൾ മാമൻ. ഇതെല്ലാം സ്ട്രോബെറിയാണ് കേട്ടോ. മൊത്തം സ്ട്രോബെറി തോട്ടമാണ്.
ആളതിങ്ങനെ പറിച്ച് കുഞ്ഞിന് കൊടുക്കുകയാണ്. പെരുമാൾ കുഞ്ഞിന് കൊടുക്കുകയാണ്. അവനാണ് ഇതെല്ലാം മൊത്തം കൃഷി തോട്ടമാണ്, മൊത്തം തോട്ടമാണ്. പല 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 കൃഷികളായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ബീൻസ് കേട്ടാ, ബീൻസ് ഇട്ടിരിക്കുകയാണ്. ബീൻസ് നിറച്ചിട്ടിരിക്കുകയാണ്. സ്ട്രോബെറി കണ്ട, കൈ നിറച്ച് സ്ട്രോബെറി കണ്ടോ, നല്ല സ്ട്രോബെറി. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ അല്ല, വളരെ പ്രത്യേകതരമായ ടേസ്റ്റും അതിനാ. ഇതാണ്ട പെരുമാൾ, ഇത് വൈറ്റ് സ്ട്രോബെറിയാണ്. ഇത് വൈറ്റ് സ്ട്രോബെറി അല്ലേ അമ്മ? വൈറ്റ് സ്ട്രോബെറി. വൈറ്റാണ്. നല്ല സേവമുള്ള മനുഷ്യനാണ് കേട്ടോ. ഇതാണ്ടോ, ഇതിലൊക്കെ പറയാനുള്ളത് നമ്മളെ ഡ്രൈവറാണ്, ജീപ്പ് ഡ്രൈവർ. ആണ്ടോ പുള്ളി ഭയങ്കര ത്രില്ലടിച്ചിട്ട് നിൽക്കണം. പുള്ളി ഇനി പറഞ്ഞാൽ ഇനി ഒത്തിരി സ്ഥലം ഉണ്ട് കേട്ടോ. എന്ത് ചെയ്യാനാണ്, മഴ അടിച്ച് പോയി കേട്ടോ. മഴ അടിച്ച് അത്രയും ചെളിയും ഭയങ്കര ബുദ്ധിമുട്ടിലായിപ്പോയി. അങ്ങനെ പുള്ളിക്കാരനെ ഭയങ്കര സങ്കടം കേട്ടോ. കാരണം ഒരെണ്ണം കാണിക്കാനും പറ്റിയില്ല, ഒരെണ്ണം എത്തിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞ പുള്ളിയുടെ ഫ്രണ്ടാണ് രവി എന്ന് പറയുന്ന ആളാണ്. പുള്ളിയുടെ കൃഷിയാണ്, പുള്ളി ഭയങ്കര കർഷകനാന്നൊക്കെ പറയുന്നത്. നമുക്ക് പുള്ളി ഉണ്ടെങ്കിൽ ഒന്ന് കാണാം. നമുക്ക് രവി എന്ന് പറയുന്ന ആ ചേട്ടനുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാം പുള്ളിയെക്കുറിച്ച്. നമുക്ക് പുള്ളിയെടുത്ത് വെളുത്തുള്ളി ദേശം മാഞ്ഞ് നിൽക്കുകയാണ്. നമ്മുടെ നാട്ടിലെ നെൽകൃഷി ചെയ്യും പോലെയാണ് ഇവിടെ വെളുത്തുള്ളി ചെയ്യിക്കുന്നത്. കണ്ടോ, നല്ല അടിപൊളിയാണ് കേട്ടോ. സ്ട്രോബെറിയൊക്കെ ഇങ്ങനെ നിൽക്കുക കേട്ടോ, നമ്മുടെ നല്ല മനോഹരമായിട്ട് ഇതാണ്ടോ. സ്ട്രോബെറി നിറച്ച് കിടക്കുക, നിറച്ച് കാവിഴുന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഇവിടെ കുറച്ച് സ്ട്രോബെറി കിട്ടുവാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം കേട്ടോ ഗൈസ്. ഇതാണ് ഇതെല്ലാം വെളുത്തുള്ളിയുടെ കൃഷി കേട്ടോ. വെളുത്തുള്ളി അടിപൊളിയായിട്ട് ഒരു വെളുത്തുള്ളി കഴിക്കാം. നമ്മുടെ പെരുമാളവൻ വേണ്ട സ്ട്രോബെറി ഉണ്ട്. അതാണ്ടാ പോട്ട് അതാണ്ടാ സ്ട്രോബെറി നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിക്കാം. അത് ഇട്ടോ, അടുത്തോ, വേണ്ട കാണിത്താ. കിട്ടിയോ? കിട്ടി. അപ്പോൾ നമ്മുടെ ഇവിടെ അത്രയും ചെളിയായിപ്പോയി, മഴയും വെള്ളവും ഒക്കെ ആയിട്ട്. വേണ്ട പുതിയ ഷൂകളൊക്കെ ചെളിയായിട്ടുണ്ട്. പിന്നെ രവിചേട്ടൻ ആരാണ്? ഇതാണ് പുള്ളിയുടെ സുഹൃത്ത് രവിചേട്ടൻ. ഇത് രവിചേട്ടൻ്റെ ഫാമാണ്. പുള്ളിയുടെ ഓരോരുത്തരുടെ അടിപൊളി കർഷകനാണ് കേട്ടോ ആള്. ഒരു ഹായ് പറഞ്ഞു നമ്മുടെ കാശിന്. ഹായ്. അപ്പോൾ നിങ്ങൾ എപ്പോൾ ഈ വട്ടവട വന്നു കഴിഞ്ഞാലും ഈ ഫാം വിസിറ്റ് ചെയ്യണം കേട്ടോ. പുള്ളി ഇവിടെ വിസിറ്റ് ചെയ്തതിന് പൈസയൊന്നും മേടിക്കുന്നൊന്നുമില്ല. നിങ്ങൾ ഈ കൃഷിയുടെ വേദനയും കൂടെ ഒന്ന് മനസ്സിലാക്കണം. കാരണം ഇവരുടെ കഷ്ടപ്പാട് അത്രയ്ക്കുണ്ട്. കാരണം ഈ മഴയിലും വെയിലിലും തണുപ്പത്തൊക്കെ പണിയെടുത്താണ് നമുക്ക് ഈ ഇല്ല കേട്ടോ, അങ്ങനല്ലേ? നല്ല കഷ്ടപ്പാടില്ലേ? ഇതാണ് വെളുത്തുള്ളി കണ്ടിരിക്കുക. രുചിയും ഗുണവും ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്കൊന്ന് കഴിക്കാൻ തരാമെന്ന് പറഞ്ഞിരിക്കണം. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. രവിചേട്ടൻ പറയുന്നത് നമ്മുടെ 5 വെളുത്തുള്ളി ഇടുന്നിടത്ത് 1 വെളുത്തുള്ളി ഇട്ടാ എന്നാണ് പറയുന്നത്. സംഭവം ശരിയാ കേട്ടോ. ഇതേ അടിപൊളി സാധനം. ഇത് ഈ ഇത്രയും നമ്മുടെ ആ ഒരു എന്നാ ഒരു ഇതാന്ന് സത്യം കേട്ടോ. ചേട്ടൻ്റെ ചിരിയൊക്കെ കണ്ടോ? എനിക്ക് അങ്ങോട്ട് ഒട്ടും കഴിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഒരു കടി കടിച്ചപ്പോൾ തന്നെ നല്ല സ്ട്രോബെറി പഴം എൻ്റെ മോക്കൊരു സ്ട്രോബെറിയൊക്കെ കൊടുത്തിട്ട്. എങ്ങനെയുണ്ട് മോളെ സ്ട്രോബെറി? എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിരിപ്പുണ്ട്, അടിപൊളി. ഫാത്തിമ കിട്ടിയില്ലായിരുന്നോ? അയ്യോ, അത് രവിചേട്ടൻ വീണ്ടും ഒന്നും എടുക്കുകയാണ്. എടുത്തതാ വീണ്ടും കൊടുത്തു. അവൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? നമ്മൾ നാട്ടിൽ നിന്ന് കഴിച്ചല്ലോ ഉണ്ടോ? അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടോ? അപ്പോൾ ഈ സ്ട്രോബെറി വേറൊരു പഴം ഇവിടെ ഉണ്ടായിരുന്നല്ലോ ചേട്ടൻ രവിചേട്ടൻ്റെ ഫാമിലത്, ബ്ലാക്ക്ബെറി ഉള്ളിലുണ്ട്. അപ്പോൾ അത് സീസൺ. അപ്പോൾ നമുക്കിപ്പോൾ 1 കിലോ സ്ട്രോബെറി ഇവിടെ കൊടുത്താൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? 1 കിലോ 600 രൂപ. ബ്ലാക്ക്ബെറിക്ക് 1200 രൂപ. ശരി. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ? ഈ കഷ്ടപ്പെടുന്നതിൽ എന്തെങ്കിലും കുഴപ്പമില്ലാതെ പോകുന്നതാണോ? പക്ഷെ കുഴപ്പമില്ലാന്ന് അദ്ദേഹം പറയുവാണെങ്കിലും കായ്സ് അദ്ദേഹരുടെ വേദന കാണുമ്പോൾ തന്നെ വളരെ സങ്കടമുണ്ട് കേട്ടോ. കർഷകനായ ദൈവം പോലെയാണ്. അവർ ഈ മണ്ണിൽ ചവിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കേട്ടോ. ശരിക്കും ഇവരെ പോലുള്ളവരിത് ചെയ്യാൻ ആഗ്രഹിക്കാതെ വേറെ ബിസിനസ് മേഖലയിൽ പോയെങ്കിൽ സത്യത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള ആഹാരങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ വെളുത്തുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ, ഇതൊരു വല്ലാത്ത ഐറ്റം കേട്ടോ. സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈ ആന്ധ്ര കർണാടക പോലുള്ള വെള്ളി, ഇത് നമ്മുടെ തനി നാടൻ മലയാളീസ്, നമ്മുടെ തനി നാടൻ ഐറ്റംസാണ്. ഇതുണ്ടോ,
ഇനി വേറെ സാധനം ചേട്ടാ ഇവിടെ കൊപ്പിയിൽ വെച്ചിരിക്കുന്നത് വൈൻ സ്ട്രോബെറി വൈനാണ്. ഇത് അടിച്ച കിക്കാവും കേട്ടോ. ആൽക്കോൾ ഇല്ലാത്ത വൈൻ. ആൽക്കഹോൾ ഇല്ലാത്ത സ്ട്രോബെറി വൈനാണ്. പുള്ളി ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. നോക്കട്ടെ, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ചേട്ടൻ ഇതാ തരികയാണ് ഇതിൻ്റെ വൈന്. ഇതാ കഴിച്ച് നോക്കുകയാണ് ഞങ്ങളിതാ. എൻ്റെ മോള് ശല്ലം കുടിച്ച് നോക്കണം. കൊള്ളാൻ നോക്കട്ടെ. അതാ ഇങ്ങനെ എന്നുണ്ട് കൊള്ളാമോ? ഞാനൊന്ന് കഴിച്ചോട്ടെ. കൊള്ളാം കേട്ടോ, നന്നായിരിപ്പുണ്ട് ഈ സാധനം. അടുത്ത് സ്ട്രോബെറിയുടെ ജാമുണ്ട്. നമുക്ക് നിത്യോപയോഗത്തിനുള്ള ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഉള്ളിത കൊടുക്കുകയാണ്. നമ്മളൊരു കശി ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അതാ എന്നാണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് അതിന് വിവരം പറ. അതാ നമ്മളെ പെരുമാളേട്ടൻ വീണ്ടും വന്നിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞിനെടുത്ത് തൊട്ട് കൊടുത്ത് അതാ അതെ അതുള്ള കഴിക്കാം. ആണ്ടാ എങ്ങനെയുണ്ട്? കൊള്ളാം. സ്ട്രോബെറിയുടെ ജാമ് കൊള്ളാം, അടിപൊളി ഒറിജിനൽ സാധനം. എല്ലാവർക്കും കൂടെ വിതരണം ചെയ്തിപ്പോ കട കാലിയാവുന്നതാണ് പുള്ളി.